നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ശാരീരികമായ പരിമിതികൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സമല്ലെന്ന് തെളിയിച്ച് താന്യ നാഥൻ സി. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി ജഡ്ജി പദവിയിലെത്തുന്ന കാഴ്ചപരിമിതിയുള്ള വ്യക്തിയായി 24-കാരിയായ താന്യ മാറും. കേരള ജുഡീഷ്യൽ സർവീസിലെ സിവിൽ ജഡ്ജ് പരീക്ഷയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയാണ് താന്യ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. കാഴ്ചപരിമിതിയുള്ള ഉദ്യോഗാർത്ഥികൾ ജുഡീഷ്യൽ സർവീസിലേക്ക് അയോഗ്യരല്ലെന്ന് 2025 സുപ്രീം കോടതി ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ ചരിത്രപരമായ വിധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് താന്യ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ മാങ്ങാട് സ്വദേശിനിയായ താന്യ ജന്മന കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. എന്നാൽ പരിമിതികളെ പൊരുതിത്തോൽപ്പിച്ച് കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് LLBയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയാണ് നിയമപഠനം പൂർത്തിയാക്കിയത്. തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയിട്ടുള്ളത്. കാരണം ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കുക എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്കൊരു സെൻസ് അവിടെ ഇല്ല. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റ് സാധ്യതകൾ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ അന്വേഷിക്കുമ്പോൾ തന്നെയും നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. അതിപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടതുപോലെ ലഭിക്കാത്തൊരവസ്ഥയായിരിക്കാം, അതുപോലെ മറ്റ് ആക്സസിബിലിറ്റി പ്രശ്നങ്ങളായിരിക്കാം. ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പ്രിപ്പയർ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു സക്സസ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ജഡ്ജ് എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സിസ്റ്റം അതിനുവേണ്ടി പാകപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ക്രീൻ റീഡറുകൾ, ഡിക്റ്റേഷൻ സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ജുഡീഷ്യൽ ജോലികൾ സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് താന്യ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിലവിൽ തളിപ്പറമ്പിൽ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്നു. പഴയ രേഖകൾ വായിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയിലും ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാമെന്നും എങ്കിലും സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നിയമന ഉത്തരവിനായി കാത്തിരിക്കുന്ന താന്യ പറഞ്ഞു. കാഴ്ചപരിമിതിയുള്ള ഒരാൾ കേരളത്തിൽ ജുഡീഷ്യൽ സർവീസിലേക്ക് എത്തുന്നത് ഇതാദ്യമാണ്. താന്യയുടെ വിജയം വരും തലമുറയിലെ ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാർക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. വിവിധ സർക്കാർ സേവനങ്ങൾക്കായി വിവിധ ഓഫീസുകളും വെബ്സൈറ്റുകളും കയറി മടുത്തോ? എന്നാൽ ഇതിനു പരിഹാരമായിട്ടുണ്ട്. നമ്മുടെ കേരളം എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒരുമിച്ച് ലഭ്യമാക്കുന്നു. സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും സുരക്ഷിതമായും ഏകജാലകത്തിലൂടെ ലഭ്യമാക്കുകയാണ് ജനകേന്ദ്രീകൃത ഡിജിറ്റൽ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ കേരളം ആപ്പിന്റെ ലക്ഷ്യം. ജനന സർട്ടിഫിക്കറ്റുകൾ മുതൽ വിദ്യാഭ്യാസം, ക്ഷേമ പദ്ധതികൾ, പെൻഷനുകൾ, ഫീസുകൾ, അപേക്ഷ സമർപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങൾക്കും ആവശ്യമായ 150-ലധികം സേവനങ്ങൾ ആപ്പിൽ ലഭ്യമാകും. എല്ലാവർക്കും ഉപയോഗിക്കാനാവുന്ന രീതിയിൽ ലളിതമായ ഇന്റർഫേസും ഡിസൈനുമാണ് ആപ്പിന്റെ പ്രധാന സവിശേഷത. സ്വകാര്യത, സുരക്ഷ എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകിയാണ് നമ്മുടെ കേരള മൊബൈൽ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സേവനങ്ങളിലെ സമയബന്ധിതമായ പുതുക്കലുകളും ഉദ്യോഗസ്ഥരെ നേരിട്ട് ബന്ധപ്പെടാനും പരാതികൾ സമർപ്പിക്കാനും ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും. മൊബൈൽ ആപ്പിന് പുറമെ നമ്മുടെ കേരളം വെബ് പോർട്ടലിലും ഇതേ സേവനങ്ങൾ ലഭിക്കും. IT വകുപ്പിന് വേണ്ടി കേരള സ്റ്റേറ്റ് IT മിഷന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സീഡിറ്റുമായി ചേർന്നാണ് നമ്മുടെ കേരള മൊബൈൽ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് ആപ്പിൽ സേവനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ആപ്പ് ലഭ്യമാണ്. ഏതായാലും സർക്കാർ സേവനങ്ങൾക്കായി ഇനി പലയിടങ്ങൾ തേടേണ്ടതില്ല. 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായും ദേശീയ തലത്തിൽ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിലൊന്നായും കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തു.
വിവിധ തരത്തിലുള്ള കുറ്റാന്വേഷണങ്ങൾ, ക്രമസമാധാന പാലനം, അടിസ്ഥാന സൌകര്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, ലോക്കപ്പും റെക്കോർഡ് റൂമും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മികച്ച പോലീസ് സ്റ്റേഷനുകളെ തിരഞ്ഞെടുത്തത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളിൽ സ്വീകരിച്ച നടപടി, കേസുകളിലെ അന്വേഷണ പുരോഗതി, പരാതി പരിഹാരം, പരാതിക്കാരോടുള്ള നല്ല പെരുമാറ്റം, കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നടപടികൾ എന്നിവയിലെ മികവും മറ്റു ജനക്ഷേമ പ്രവർത്തനങ്ങളും പരിഗണനാ വിഷയമായി. കണ്ണൂർ സിറ്റിയിലെ വളപട്ടണം, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്നീ പോലീസ് സ്റ്റേഷനുകൾ മുൻ വർഷങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച 10 പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രായം പ്രശ്നമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രഭാവതിയമ്മ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലൂടെ ബൈക്കോടിച്ച ആളെ തടഞ്ഞ പ്രഭാവതിയമ്മ സമൂഹത്തിനാകെ മാതൃകയാണ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വാഹനങ്ങളെല്ലാം റോഡിൽ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടന്ന സമയം ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ച യാത്രക്കാരനെ തടഞ്ഞ പ്രഭാവതിയമ്മ ഇന്ന് കേരളത്തിൽ സ്റ്റാറാണ്. ഫുട്പാത്തിലൂടെ ബൈക്കുകൾ പോകുന്ന കാഴ്ച നാം കാണുന്നത് ആദ്യമല്ല എങ്കിലും പൊതുവെ ആരും തടയാൻ മിനക്കെടാറില്ല. എന്നാൽ പ്രഭാവതി അമ്മയ്ക്ക് നല്ല പൗരബോധമുണ്ട്. ഫുട്പാത്ത് കാൽനട യാത്രക്കാർക്കുള്ളതാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ബൈക്ക് യാത്രക്കാരനെ തടയുകയായിരുന്നു. ഇതിലെപ്പോ വാഹനം ഓടാൻ തുടങ്ങി അന്ന് മുതൽ തിരിച്ചുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബൈക്കുകാർക്ക് ഒരിക്കലും ക്ഷമയില്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ. അവർ ഈ ഫുട്പാത്തിലൂടെയാണ് മിക്കവാറും ഓടിച്ചു കയറ്റാറുള്ളത്. അപ്പോഴൊക്കെ ഞാൻ എന്നെ അതിന്റെ മുന്നിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കാറുണ്ട്. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ആ വീഡിയോ എടുത്ത് വളരെ നല്ല നിലയിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് നടപടി വന്നു. അവിടെ ചെറിയ ഒരു പോസ്റ്റ് സ്ഥാപിക്കുന്നുണ്ട്, ചെറിയ കോൺക്രീറ്റ് ടൂള് പോലെ ചെറിയ കുറ്റി പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് മാത്രമേ ഇപ്പോൾ പോകാൻ പറ്റൂ. പ്രഭാവതി അമ്മയെ കടന്ന് മുന്നോട്ടു പോകാൻ സ്കൂട്ടർ യാത്രക്കാരൻ ശ്രമിച്ചെങ്കിലും ഒരടി മുന്നോട്ടു പോകാൻ പ്രഭാവതി അമ്മ സമ്മതിച്ചില്ല. ഒടുവിൽ തോൽവി സമ്മതിച്ച സ്കൂട്ടർ യാത്രികൻ തിരികെ പോവുകയായിരുന്നു. തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്ന് ഒരാൾ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂട്ടർ യാത്രികന്റെ ലൈസൻസ് റദ്ദാക്കാനും ഒരാഴ്ചത്തെ പരിശീലന ക്ലാസ്സിന് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതെ സധൈര്യം പ്രതികരിക്കാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രഭാവതിയമ്മ. ലക്ഷക്കണക്കിന് പേരുടെ ജീവിതത്തിന് ഹൃദയതാളം പകരുന്ന ശ്രീചിത്ര ഹൃദയവാൽവിന്റെ നവീകരിച്ച പതിപ്പ് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ തയ്യാറാകുന്നു. മൃഗങ്ങളിലെ പരീക്ഷണത്തിനു ശേഷം 40 മനുഷ്യരിലും പുതിയ വാൽവ് വിജയം കണ്ടു. ആദ്യ വാൽവ് ഇറങ്ങി 35 വർഷം പിന്നിടുമ്പോഴാണ് രണ്ടാം തലമുറ വാൽവ് സജ്ജമായിരിക്കുന്നത്. 1982 ആദ്യ വാൽവ് വികസിപ്പിക്കാൻ ശ്രമം തുടങ്ങിയത്. 1990 തൃശൂർ സ്വദേശി മുരളീധരന് ഇത് ഘടിപ്പിച്ചതോടെയാണ് വിജയത്തിലെത്തിയത്. 5 രാജ്യങ്ങളിലായി 350 ആശുപത്രികളിൽ 2 ലക്ഷത്തോളം പേർക്കാണ് ഇത് പിടിപ്പിച്ചത്. 4 വർഷം മുൻപാണ് രണ്ടാം തലമുറ വാൽവ് മനുഷ്യനിൽ ആദ്യമായി ഘടിപ്പിച്ചത്. പിന്നാലെ ശ്രീചിത്രയിൽ വച്ചു തന്നെ 40 പേരിൽ പുതിയ വാൽവ് ഉപയോഗിച്ചു. ഇന്ത്യയിലെ പല ആശുപത്രികളിലായി 330 മനുഷ്യരിൽ കൂടി പരീക്ഷണം നടത്തും. അതിനുശേഷം വാണിജ്യപരമായി നിർമ്മിക്കും. ഇതോടെ പഴയ വാൽവ് പൂർണ്ണമായും പിൻവലിക്കും. പുതിയ വാൽവിന്റെ വായ്ഭാഗം വലിപ്പമേറിയതായതിനാൽ കൂടുതൽ രക്തം കടത്തിവിടുകയും ഉയർന്ന തോതിൽ രക്തചംക്രമണം നടക്കുകയും ചെയ്യും. ഇതുവഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ രക്തം എത്തുകയും ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, ക്ഷീണം എന്നിവ പരമാവധി കുറയുകയും ചെയ്യും. രക്തം കട്ടപിടിക്കുന്നതിനുള്ള സാധ്യത കുറയുന്ന രീതിയിലാണ് നിർമ്മാണം. ഹൃദയ ചികിത്സാ മേഖലയിൽ സുപ്രധാന ചുവടുവയ്പാകുമിത്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീവിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.